ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു തരാമേ. നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഒരു തരത്തിലുള്ള ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നെക്കൊന്നും ലൂസ് വരാത്ത രീതിയിൽ എങ്ങനെ ത്രീ ടക്ക് ബ്ലൗസ് നോർമൽ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ മെറ്റീരിയൽ ഈ ഒരു സാരി ഇപ്പോൾ ഫോട്ടോയിൽ കണ്ട സാരി മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൽ നമുക്ക് ബാക്ക് ആണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ലെങ്ത് ഞാനിവിടെ 16 ഇഞ്ചാണ്. 15 ഇഞ്ച് ലെങ്ത് എനിക്ക് വേണം. അതിന് അര ഇഞ്ച് തയ്യൽത്തുമ്പ് താഴെയും അര ഇഞ്ച് മുകളിലുമായിട്ട് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് 16 ഇഞ്ച് ലെങ്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ബോഡിയിൽ ലെങ്ത് വേണ്ടത്, എനിക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ബ്ലൗസ് യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ 15 ഇഞ്ച് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് ലെങ്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഫുൾ ഷോൾഡർ എത്രയാണോ അത് എങ്ങനെ അത്ര തന്നെ പകുതി മാർക്ക് ചെയ്യുക. ഫുൾ ഷോൾഡർ ഞാൻ ഇവിടെ 7.5 ഇഞ്ചാണ് കൊടുത്തത്, കാരണം ഹൈനെക്ക് ബ്ലൗസ് ആണ്. താഴോട്ടും ആം ഹോൾ 7.5 ഇഞ്ച് ആദ്യം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് അതിനുശേഷം ആം ഹോൾ എങ്ങനെ, സാധാരണ ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആം ഹോൾ എങ്ങനെ മാർക്ക് ചെയ്തെടുക്കണമെന്ന്, ബോഡിയിൽ മെഷർമെന്റ് എടുക്കുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവസാനം ഒന്ന് കണക്ക് കൂട്ടി നോക്കാം ആം ഹോൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിന് വേണ്ടിയിട്ട് ആം ഹോൾ ആദ്യം 7.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. 9.25 ഇഞ്ച്, നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിന് 3/4 ഇഞ്ചും കൂടെ എക്സ്ട്രാ. ഹൈനെക്ക് ബ്ലൗസ് ആണ്, അതുകൊണ്ട് 3/4 ഇഞ്ചൊക്കെ എക്സ്ട്രാ കൊടുക്കാവുന്നതാണ്. ലൈനിങ് ബ്ലൗസ് ആണ്. ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ അര ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ലൈനിങ് ഉള്ള ബ്ലൗസ് ആണെങ്കിൽ 3/4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കണക്കൂട്ടി എടുത്തപ്പോൾ എനിക്ക് ആം ഹോൾ കുറവാണ്, അതുകൊണ്ട് എത്രയാണോ കുറവുള്ളൂ അത് കുറച്ചുകൂടെ താഴേക്ക് ലെങ്ത് കൂട്ടിയെടുത്ത് 8 ഇഞ്ച് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7.5 ആയിരുന്നു കൊടുത്തത്, അര ഇഞ്ചും കൂടെ കൂടുതൽ കൊടുത്ത് 8 ഇഞ്ച് കൊടുത്തപ്പോൾ എനിക്ക് അവിടെ ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 9 ഇഞ്ചാണ് എനിക്ക് ആം ഹോൾ വേണ്ടത്. ചെറിയൊരു വ്യത്യാസം, അത് മേലോട്ട് തിരിച്ച് അളന്ന് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. 9 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നുണ്ട്. 18 ഇഞ്ചാണ് ബോഡിന്ന് എടുത്ത മെഷർമെന്റ്. 17 ഇഞ്ചാണ്. 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാൻ 18 എടുത്തേക്കുന്നത്. അതുപോലെ ഹൈനെക്ക് ബ്ലൗസ് ആയതുകൊണ്ട് ബാക്കിൽ ചുളിവ് വരാതിരിക്കാൻ വേണ്ടി ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് നമ്മൾ ആം ഹോൾ അകത്തോട്ട് കയറ്റി മാർക്ക് ചെയ്യണം. നെക്കിന്റെ വിട്ട് 4 ഇഞ്ചാണ് ഞാൻ കൊടുത്തത്, പറയാൻ മറന്നുപോയി. അപ്പം അടിഭാഗത്ത് വേസ്റ്റിന്റെ അവിടെ എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് അത് അത്ര തന്നെ, ലൂസ് ഒന്നും ഇടേണ്ട കാര്യമില്ല, അത്ര തന്നെ മാർക്ക് ചെയ്യാം. 4/1 ഭാഗം. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഞാനിവിടെ ടക്സ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് 3/4 ഇഞ്ച് ടക്സും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സൈഡ് ഫിറ്റിംഗ് ലൈൻ ഒന്ന് ജോയിന്റ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ബാക്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഇല്ല, സിമ്പിളാണ്. ഷോൾഡർ മാർക്ക് ചെയ്യുക, ചെസ്റ്റ് മാർക്ക് ചെയ്യുക, ആം ഹോള്, വേസ്റ്റ്. അല്ലാതെ പ്രത്യേക ഹൈനെക്ക് ആയതുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. എത്രയാണോ ലൂസ് കൊടുക്കുന്നത്, ലൈനിങ് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ട് 3/4 ഇഞ്ച് ലൂസ് കൊടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് 4 ഇഞ്ചാണ് കൊടുത്തത്. എപ്പോഴും പറയാറുള്ളത് പോലെ നെക്കിന്റെ ഭാഗത്തേക്കാണ് ഞാൻ കൂടുതൽ സ്ലോപ്പ് കൊടുക്കാറ്. അതുപോലെ നെക്കിന്റെ ഡെപ്ത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് ഡെപ്ത്, 4 ഇഞ്ച് നെക്ക് വിഡ്ത്തും ഉള്ളൊരു നെക്കാണ്. പിന്നെ ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഞാൻ ഇവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് തന്നെ ചെറിയൊരു റൗണ്ട് നെക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ അതുപോലെ കൊടുക്കാം. ഹൈനെക്ക് ആയതുകൊണ്ടാണ് ഫുൾ ഷോൾഡർ നമ്മൾ എടുത്തത്. ഹൈനെക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡർ കുറയ്ക്കേണ്ടി വരും. അതും ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഷോൾഡർ കണക്കൂട്ടി എടുക്കേണ്ടത്, എത്ര കുറയ്ക്കണം എന്നൊക്കെ. ഇതിന് മുന്നത്തെ ഒരു വൺ ടക്ക് ബ്ലൗസ്, ആരി വർക്ക് ചെയ്ത ഒരു വൺ ടക്ക് ബ്ലൗസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഷോൾഡർ എങ്ങനെ കണക്കൂട്ടി എടുക്കണമെന്ന്. ഇപ്പൊ ഹൈനെക്ക് ബ്ലൗസ് ആയതുകൊണ്ട് സെയിം ഷോൾഡർ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് മാർക്ക് ചെയ്തെടുക്കണം. ഫ്രണ്ടിലാണ് ഞാനിവിടെ ഹുക്ക് വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ട് ഫ്രണ്ടിൽ ഒരു അര ഇഞ്ച് ഹുക്കിനുള്ളത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്ക് തന്നെ എടുത്തതിന് മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഷോൾഡറും ആം ഹോളിന്റെ പകുതി ഭാഗവും ഒക്കെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം. ആം ഹോളിന്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ അതിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്തില്ല, ഫ്രണ്ടിൽ സെയിം ആയിരിക്കും. ഷോൾഡറിന് ഒന്നൊരു വ്യത്യാസം വരത്തില്ല, അതുകൊണ്ട് അത്ര മാത്രം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ബാക്കി ലെങ്തോ കാര്യങ്ങളോ ഒന്നും മാർക്ക് ചെയ്തേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷോൾഡറിന്റെ അവിടെ അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിന്റെ വിഡ്ത്ത് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്, അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആം ഹോള് 8 ഇഞ്ചാണ് ഫ്രണ്ടിൽ കൊടുത്തത്, ആ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ചെസ്റ്റും മാർക്ക് ചെയ്യണം. ഞാനിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഒരു 3/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
സാധാരണ എപ്പോഴും നമ്മൾ ഫ്രണ്ട് ആം ഹോൾ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യും. അത്ര തന്നെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ കണക്ക് ഇങ്ങനെ അളന്ന് നോക്കാറില്ല, ബാക്ക് മാത്രമേ അളന്ന് നോക്കത്തുള്ളൂ. ബാക്കിൽ എത്രയാണോ ഡെപ്ത് എടുത്ത് അത് ഫ്രണ്ടിലേക്ക് അങ്ങ് കൊടുത്താൽ മതി. അതല്ലാതെ 1/4 ഇഞ്ച് നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്കൊക്കെ എടുക്കുമ്പോൾ ആം ഹോൾ എന്തായാലും കൂടുതൽ വരും. അതുകൊണ്ട് ഫ്രണ്ട് നമ്മൾ അളന്ന് നോക്കേണ്ട കാര്യമില്ല. ബാക്കിൽ എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ 9.25 ചെസ്റ്റ് അളവ് ഞാൻ കൊടുക്കുന്നുണ്ട്. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് അളവ് അതിൻ്റെ 4/1 ഭാഗം. അതൊക്കെ എപ്പോഴും പറയുന്നതാണ് വീഡിയോയിൽ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 3 ടെക് ബ്ലൗസ് ആണ്. ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. എത്രയാണോ താല്പര്യമുള്ളത് നെക്കിന്റെ ഡെപ്ത് അത്ര നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ നെക്കിന്റെ സ്ലോപ്പും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇനി ചെസ്റ്റ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യണം. 10.5 ഇഞ്ചാണ് ചെസ്റ്റ് പോയിന്റ് എനിക്ക് വരുന്നത്. ഞാൻ ആ 10.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെസ്റ്റിന്റെ ഗ്യാപ്പ് 3.25, അതായത് 3.5, 7 ഇഞ്ചാണ് വരുന്നത്. അതിന്റെ 3.5 മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സോറി, 7.25 അപ്പം 3.25 ഒക്കെ ഒരു മാർക്ക് ചെയ്തെടുക്കാം. 3.5 മുതൽ 36 ചെസ്റ്റ് സൈസ്, 36, 38 ഒക്കെ ചെസ്റ്റ് സൈസ് വരുന്നവർക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതേ 3.5 ഇഞ്ച് തന്നെ താഴോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് പോയിന്റിന്റെ അവിടെ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് ആണ്, അല്ലെങ്കിൽ ലോവർ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെന്റ് എടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. വെറുതെ മനക്കണക്ക് കൂട്ടുന്നതിന് പകരം ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെന്റ് എടുത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ചെസ്റ്റ് പോയിന്റ്, ലോവർ ബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ബാക്ക് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ആ ചെസ്റ്റ് പോയിന്റ് വരുന്ന ഭാഗത്ത് എത്ര ഉണ്ട്, എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നോക്കണം. ഫുൾ ബ്രസ്റ്റ് വരുന്നത് 38 ആണ്. അതിന് 1 ഇഞ്ച് കൂട്ടി 39 ആണ് മൊത്തത്തിൽ ലൂസ്. 1 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. 39 വരണം. അപ്പം ബാക്കിൽ 9.25 ഇഞ്ചാണ് വന്നത്. അതിന്റെ ബാക്കിയും കൂടെ നമുക്ക് ആ ലൂസ് കിട്ടണമല്ലോ. അത് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടാണ് ഈ ചരിഞ്ഞ വര എങ്ങനെയാണ് വരുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. അതിന്റെ ലൂസ് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുക്കണം. അപ്പൊ ബാക്കി എത്രയാണോ നമുക്ക് വേസ്റ്റ് നമുക്ക് 7.5 വേണ്ടത്. അതിന് എക്സ്ട്രാ കൂടുതൽ എത്രയാണോ വന്നത് ആ ടക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു 2 ഇഞ്ചോളം രണ്ട് സൈഡ് രണ്ടും ഒരു പോയിന്റും ടക്സ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ഇട്ട് ഒരുപാട് ടക്സ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സെന്റർ ഭാഗത്ത് ഒരു പോയിന്റ് പോലെ വരും. അങ്ങനെ പോയിന്റ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. എനിക്ക് ആ പോയിന്റ് അങ്ങനെ നിൽക്കുന്നത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ടക്സ് ഒക്കെ എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കപ്പ് വെച്ച് കൊടുത്തത് കൊണ്ട് വലിയ വ്യത്യാസമൊന്നും അധികം അറിയാനില്ല. എന്നാലും ഇതാണ് ഇതിന്റെ പ്രോപ്പർ രീതി. ടക്സ് എത്ര ഇടണം എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോപ്പർ രീതി ഇതാണ്. പക്ഷെ എനിക്കിത് കുറച്ച് കൂടുതൽ ഇട്ടപ്പോഴത്തേക്ക് ഒരു പോയിന്റ് വന്നതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ അഥവാ നിങ്ങൾക്ക് പോയിന്റ് ഇടാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ ടക്സ് ഇടാൻ താല്പര്യം, ഒരു 36, 38 ചെസ്റ്റ് ഒക്കെ ഉള്ളവർ 2 ഇഞ്ച് 1.5 ഇഞ്ച് വെച്ച് 3 ഇഞ്ച് ടക്സ് ഒക്കെ ഇട്ടാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ വൃത്തി, ആ പോയിന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ആ ചരിഞ്ഞ് ഒരു സ്ലാൻഡിങ് ലൈൻ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിത് ഒരുപാട് തവണ ബ്ലൗസ് ചെയ്ത് നോക്കി ഒരുപാട് ഫ്ലോപ്പ് ആയതിനു ശേഷമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ബ്ലൗസ് തയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഇപ്പൊ 4 ഇഞ്ച് 4.5 ഇഞ്ചോളം ഇവിടെ ടക്സ് വന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ആ ഒരു പോയിന്റിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം നമ്മൾ ഫുൾ ലെങ്ത് നോക്കുന്നുണ്ട്. 13.5 ഇഞ്ച് 14 ഇഞ്ച് ഫുൾ ലെങ്ത് വന്ന് നമുക്ക് മൊത്തം ഉണ്ട് ഒരു 15 ഇഞ്ചാണ് ഫ്രണ്ടിൽ ലെങ്ത് വേണ്ടത്. രണ്ട് സൈഡ് തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് ഒരു പോയിന്റും 1/4 ഇഞ്ച് ഒരു പോയിന്റും തയ്യൽ തുമ്പും ഒക്കെ കൂട്ടിയിട്ട് 4 ഇഞ്ചാണ് താഴത്തെ ബെൽറ്റ്. 3.5 ഇഞ്ച്. ഓക്കെ, 3.5 ഇഞ്ചാണ് താഴത്തെ ബെൽറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ചധികം ദിവസമായി. ദിവസമല്ല, ഒരു മാസത്തിന് കൂടുതലായി. അളവെടുത്തതൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. വീഡിയോ കണ്ടിട്ടൊക്കെയാണ് ഞാനത് ഓർക്കുന്നത് എന്തായിരുന്നു. സ്റ്റിച്ച് ചെയ്യുമെങ്കിൽ നമ്മൾ അളവ് പെട്ടെന്ന് മറന്നുപോകും. എനിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. നിങ്ങൾക്കുണ്ടോ, എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അതിനിടയ്ക്കൂടെ ഞാൻ നമ്മളെ ഒരു ബോട്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുമല്ലോ. അപ്പൊ ആദ്യം നമ്മൾ ആ ചെസ്റ്റ് പോയിന്റ് ഹുക്കിന്റെ ഭാഗത്ത് ആ ചെസ്റ്റ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3/4 ഇഞ്ച്, 1/4 ഇഞ്ച് ഒരു പോയിന്റ് മുകളിലും 1/4 ഇഞ്ച് ഒരു പോയിന്റ് താഴെ, മൊത്തം ഒരു 3/4 ഇഞ്ചില്
നമ്മൾ ടക്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ചെസ്റ്റ് പോയിന്റിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് ബാക്കിലേക്ക് ഒരു ടക്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ടക്സ് എത്രയാണോ 3 ഇഞ്ച് വരുന്നുണ്ട്, 3 ഇഞ്ചാണല്ലോ നമ്മൾ കൊടുത്തത്, ആ 3 ഇഞ്ചിന്റെ പകുതി 1.5 പിന്നെ ഒരു 1/4 ഇഞ്ചും കൂടെ കുറച്ച് കണ്ട് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കുക. ബോട്ട് അത് എങ്ങനെ വരയ്ക്കേണ്ടതാണ് പറഞ്ഞിരുന്നത്. അതിന്റെ സെന്റർ എത്രയാണോ, അതായത് ആ ഗ്യാപ്പ് എത്രയാണോ അതിന്റെ പകുതിയും പിന്നെ ഒരു 1/4 ഇഞ്ചും കൂടെ കുറവ്, അത്ര തന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഫിറ്റിംഗ് ലൈനിന്റെ സൈഡിലേക്ക് നമ്മൾ അത്ര തന്നെ 1.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ബോട്ട് പോലുള്ള ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സൈഡിലെ ഫിറ്റിംഗ് ലൈൻ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 8 ഇഞ്ച് സൈഡ് ഫിറ്റിംഗ് ലൈൻ വരുന്നുണ്ട്. അത് നമ്മൾ ഫ്രണ്ടിൽ ഒന്ന് അളന്ന് നോക്കണം. ഇവിടെ ആ ബോട്ട് പോലെ വരച്ചതിന്റെ തൊട്ട് മുകളിൽ ഒരു 4.5 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി 8 ഇഞ്ചാണല്ലോ വരേണ്ടത്, 8 ഇഞ്ച് വരണം. അതിന് ഫ്രണ്ടിൽ നമുക്ക് 4.25 ഒക്കെയാണ് കിട്ടിയേക്കുന്നത്, 4.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പൊ ബാക്കി എത്രയുണ്ടോ അതായിരിക്കും നമ്മുടെ ബെൽറ്റിന്റെ അളവ്. ബാക്കി നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടണമല്ലോ ഫ്രണ്ടും ബാക്കും. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് കുറവ് ബാക്ക് കൂടുതൽ, അല്ലെങ്കിൽ ബാക്ക് കുറവ് ഫ്രണ്ട് കൂടുതൽ, അങ്ങനെയൊക്കെ വരുന്നതിന്റെ കാര്യം ഇതാണ്. നമ്മൾ ആ 4.25 ഇഞ്ച് കറക്റ്റ് കിട്ടണം. കണ്ടില്ലേ, ആ 4.25 ബാക്ക് ഫ്രണ്ടിൽ എത്രയാണോ ബാക്കി ഇനി വേണ്ടത് അത് ബെൽറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ 4.25 ഏകദേശം ഒരു 4 ഇഞ്ച് ഒരു 2 സൈഡ് തയ്യൽ തുമ്പ് നമുക്ക് വേണം, അതും കൂടെ കൂട്ടിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുക. 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ചരിച്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒന്ന് ചരിച്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഫിറ്റിംഗ് ലൈൻ നമ്മൾ ബോട്ട് പോലെ വരച്ച ഭാഗത്തല്ല, അതിന്റെ തൊട്ട് താഴെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചല്ലോ, അവിടേക്കാണ് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 4.25 ഇഞ്ച് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. സൈഡ് നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ കിട്ടണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലെങ്ത് ബാക്കിൽ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ഫ്രണ്ടിലേക്ക് അത് എന്താ പറയാ, അത് കറക്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ട്. ഇനി അതുപോലെ ആം ഹോളിന്റെ അവിടെ നമുക്ക് ടക്സ് ഇട്ട് കൊടുക്കണം. കറക്റ്റ് ആ ജസ്റ്റ് പോയിന്റിന് അങ്ങോട്ട് കിട്ടുന്നത് പോലെ ആം ഹോളിന്റെ അവിടെയും 1/4 ഇഞ്ച് ഒരു പോയിന്റും 1.5 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ ആം ഹോളിന്റെ അവിടെയും ടക്സ് ചെയ്യാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും സെയിം ആണ്. ഈ ഹുക്കിന്റെ ഭാഗത്ത് വരുന്ന ടക്സും ആം ഹോളിന്റെ ടക്സ് എല്ലാവർക്കും സെയിം ആയിരിക്കും. ഒരു 1/4 ഇഞ്ച് ഒക്കെ ടക്സ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ദാണ്ട് ഇതുപോലൊന്ന് വെച്ച് നോക്കാം. ബാക്കില് ക്ലോത്ത് സൈഡ് ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഇത്രയും ബാക്കിയുണ്ട്. അത് കണ്ടേ ബെൽറ്റിന്റെ അവിടേക്ക് വെക്കുമ്പോൾ ഇത്രയും തയ്യൽ തുമ്പ്, ആ അത്രയും ഭാഗം 2 സൈഡ് തയ്യൽ തുമ്പ് നമുക്ക് വേണമല്ലോ. ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ആ ജോയിന്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ, ഒട്ടും കൂടുതലോ കുറവോ ഒന്നും വരത്തില്ല, കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ബാക്കിലും നമുക്ക് തയ്യൽ തുമ്പുണ്ട്, അതും കൂടെ ഓർമ്മ വേണം. ആ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ബാക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ബോട്ട് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് ഈ വരച്ച് അവിടെ ഇവിടെ എല്ലാം വരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് മാറിയൊന്നും പോവരുത്, കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ വേണ്ട ആ കോൺ പോലെ ഒരുപാട് അങ്ങ് കൂർത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ ഫ്രണ്ട് ആ ഹുക്കിന്റെ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. സൈഡ് ഫിറ്റിംഗ് ലൈൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ബോട്ട് പോലെ നമ്മൾ ആ വരച്ച ഒരു ഷേപ്പ് വരച്ചല്ലോ, അത് ആ ഫിറ്റിംഗ് ലൈനിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്യുമ്പോഴും നല്ല കറക്റ്റായിട്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കട്ടിങ്ങിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ പെർഫെക്ഷൻ കട്ടിങ്ങിൽ ആ പെർഫെക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. കട്ട് ചെയ്യുന്നത് എവിടെയെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്നത് എവിടെയെങ്കിലും തെറ്റിപ്പോയാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ വ്യത്യാസങ്ങൾ വരും. ഏറ്റക്കുറച്ചിലുകൾ ഫ്രണ്ടും ബാക്കും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോഴും മാർക്ക് ചെയ്യുമ്പോഴും എല്ലാം ശ്രദ്ധിച്ച് തന്നെ മാർക്ക് ചെയ്യുക. എക്സ്ട്രാ കൂടിയോ കുറയോ ഒന്നും ചെയ്യരുത്. എവിടാണോ നമ്മൾ വരച്ചത് അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തത് ബാക്കിലും കൂടെ ഞാനൊന്ന് ലൈനിങ് അടുത്ത രണ്ടാമത്തെ പാർട്ടിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ആദ്യമായിട്ടൊക്കെ ബ്ലൗസ് തയ്ക്കുന്നവർക്ക് അങ്ങനെ വരച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ടക്സ് ഇട്ട് എടുക്കാനൊക്കെ. അതുകൊണ്ട് ഞാനതങ്ങനെ
മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്കത് കുറച്ചുകൂടെ എളുപ്പം എനിക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അളന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര ഉണ്ട് ടക്സ് ഇത്ര തന്നെയാണോ, കൂടുതലും കുറവൊന്നും വരത്തില്ല. മാർക്ക് ചെയ്ത് വെച്ചിട്ട് ടക്സ് ഇടാമെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അന്നേരം എടുത്ത് ടക്സ് ഇടാം. അളന്നൊന്നും നോക്കണ്ട, കൂടുതലും കുറവുണ്ടോ എന്നൊന്നും ഡൗട്ടൊന്നും വേണ്ട. അപ്പം ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിലെ പാർട്ടിൽ ഞാൻ ആ ടക്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്റർ ഭാഗത്തേക്ക്. ഫിറ്റിംഗ് ലൈനിൻ്റെ അകത്ത് സെൻറ്റർ കണ്ടുപിടിക്കുക. ആ സെൻറ്റർ ഭാഗത്ത് 4 ഇഞ്ച് ഹൈറ്റിലാണ് ഈ ടക്സ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ബാക്കിൽ ടക്സ് ഇടുന്നത് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ടക്സ് ഇടുന്നത്. ടക്സ് ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ടക്സ് ഇടാതെ നമുക്ക് ബ്ലൗസ് ബാക്കിൽ ടക്സ് ഇടാതെയും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനൊരു 4 ഇഞ്ച് ഒരു പോയിന്റ് രണ്ട് സൈഡിലും വരുന്ന രീതിയിൽ 3/4 ഇഞ്ച് ടക്സിന് ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ മെയിൻ ക്ലോത്തും കൂടെ ഇതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ള. സ്ലീവിൽ ലൈനിങ് ഒരു ഇച്ചിരി കുറവുണ്ട്, വീതിയും നീളവും ഇച്ചിരി കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ബ്ലൗസിന് ഇച്ചിരി ലെങ്ത് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക, ലെങ്ത് കുറച്ച് കുറവ് വരും ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്. ഇപ്പോൾ കുറച്ചുകൂടെ ലെങ്ത് കുറവ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ കുഴപ്പം വരത്തില്ല. എനിക്കിവിടെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വേറെ കുറച്ച് പീസ് എടുത്തിട്ട് സൈഡിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുവേ. അപ്പോൾ സൈഡ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ തന്നെ ആ സൈഡ് ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം എപ്പോഴും സ്ലീവൊക്കെ എപ്പോഴും നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. മുകളിൽ അരയിഞ്ച് തയ്യൽ തുമ്പ് വേണം, താഴെ അരയിഞ്ച് തയ്യൽ തുമ്പ് വേണം. ബാക്കി എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത് വേണം. ഞാൻ ഇവിടെ സ്മാർട്ട് സ്ലീവ് എൽബോ ലെങ്ത്തിലുള്ള സ്ലീവാണ് കൊടുക്കുന്നത്. നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ബൈസെപ്സിൻ്റെയും ആം ഹോളിൻ്റെയും മെഷർമെൻറ്റ് എടുത്ത് വെക്കുക. അതിന് 1 ഇഞ്ച് ലൂസിങ് കൂട്ടുക ബ്ലൗസിന്, ലൈനിങ് ഉള്ള ബ്ലൗസ് ആകുമ്പോൾ. അതല്ലാതെ ആണെങ്കിൽ 1/2 ഇഞ്ച് ലൂസിങ് കൂട്ടിയാൽ മതി. 1 ഇഞ്ച് ലൂസിങ് ഇട്ടിട്ട് എനിക്കിവിടെ 15 വേണ്ടെടുത്ത് 7.5 ഇഞ്ച് ബൈസെപ്സ് 7.5 ഇഞ്ച് പകുതി 4/1 ഭാഗം പകുതി മാർക്ക് ചെയ്യുക. അതുപോലെ ആം ഹോളിൽ നമുക്ക് 9 ഇഞ്ചാണ് വേണ്ടത്. ബ്ലൗസിൽ നമ്മൾ 9 ഇഞ്ചാണ് ബോഡി പാർട്ടിൽ മാർക്ക് ചെയ്തു. പക്ഷേ ബ്ലൗസ് സ്ലീവ് നമ്മൾ വരച്ചെടുക്കുമ്പോൾ 1/2 ഇഞ്ച് കുറച്ച് വരച്ചെടുത്താൽ മതി. കാരണം നമ്മളിങ്ങനെ നല്ല കർവ് ചെയ്താണല്ലോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് അങ്ങനെ വരും. ഏറ്റവും അവസാനം നമ്മൾ അങ്ങനെ കർവ് ചെയ്ത് ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ 1/2 ഇഞ്ച് 9 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിക്കോളും. സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് 9-ന് 8.5 മാർക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ എനിക്കിവിടെ ആ ഒരു തയ്യൽ തുമ്പ് സൈഡിലേക്കുള്ള തയ്യൽ തുമ്പ് കുറവാണ്, താഴേക്കുള്ള ലെങ്ത്തും കുറവാണ്. അപ്പോൾ അത്ര തന്നെ ലെങ്ത്ത് മതിയെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ എനിക്ക് ലെങ്ത്ത് ഇച്ചിരി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു. താഴേക്കും സൈഡിലേക്കും ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ടാണ് സ്ലീവ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതുപോലെ ഫ്രണ്ട് ആം ഹോൾ നമ്മളൊരു ഇച്ചിരി ഒരു 1/4 ഇഞ്ച് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, ഫ്രണ്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ബാക്കിലേക്ക് നമ്മൾ ബാക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ സ്ലീവിന് വേണ്ടിയിട്ട് ലെങ്ത്തിന് ഒരു തുണി കണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്കത് സ്ലീവ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ആ സൈഡ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ ഭാഗത്തുള്ള നമ്മുടെ അളവും അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുതെ വീഡിയോയുടെ നീളം കൂട്ടുന്നതിനെക്കാട്ടും നല്ലത് എല്ലാവർക്കും അറിയാമല്ലോ. പകുതി മാർക്ക് ചെയ്യുക, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അതുപോലെ ആം ഹോളിൻ്റെ അവിടെ തന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, ആ പകുതിയൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിനകത്ത് ഞാൻ ഒരു ഫ്യൂസിങ് ക്ലോത്ത്, ഞാൻ ഇതിന് മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്യൂസിങ് ക്ലോത്ത് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. കുറച്ച് കട്ടി കുറവായതുകൊണ്ടും ഇത് ചുരുണ്ട് പോകുന്ന ഒരു തരം തുണിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അവിടെ ഇരിക്കത്തൊന്നുമില്ല. കുറച്ച് വലിയുന്ന പോലെയും കുറച്ച് ചുരുളുന്ന പോലെയൊക്കെ ഉള്ള തുണി ആയതുകൊണ്ട് ഞാനിവിടെ ഫ്യൂസിങ് ക്ലോത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചെടുത്തൊന്നും ഈ തുണി നിൽക്കത്തില്ല. ഫ്യൂസിങ് ക്ലോത്ത് ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വെയിറ്റ് വന്നതുപോലെ വരും. അപ്പം ഞാനിവിടെ ബ്ലൗസിന് കപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. കപ്പ് ഒക്കെ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പ് വെക്കുന്നത് കൊണ്ട് തന്നെ ലൈനിങ്ങിലും മെയിൻ ക്ലോത്തിലും നമ്മൾ ടക്സ് രണ്ടായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലേ അത് ഉള്ളിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. കപ്പ് അതിന് നടുക്കാണല്ലോ വെക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് വൃത്തിയായിട്ട് ഇരിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ കപ്പ് ഉള്ളിൽ വെക്കണം. അതുപോലെ ജോർജറ്റ് തുണിയൊക്കെയാണ് നിങ്ങൾ ബ്ലൗസിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ കപ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ
2 ലൈനിങ് എടുക്കണം. മെയിൻ ക്ലോത്തിൽ ഒരു ലൈനിങ് ഇടണം, അതിന് നടുക്ക് അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് കപ്പ് വെക്കണം. അതിനുശേഷം വീണ്ടും ഒരു ലൈനിങ് ഇടണം. എന്നാലേ കറക്റ്റ് ആ കപ്പിന്റെ കളർ ഇല്ലെങ്കിൽ പുറത്ത് കാണും. ഇവിടെ ഞാൻ ഫ്യൂസിങ് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടും ചെറിയ രീതിയിൽ ആ വൈറ്റ് കളറ് പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമലായിട്ട് സാരി ഉടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, ചെറിയൊരു കളർ കാണുന്നുണ്ട്. സാരി ഉടുക്കുമ്പോൾ അത് അത്ര വിസിബിൾ ആവത്തില്ല. അതുകൊണ്ട് ഇതുപോലെ കപ്പ് ഞാൻ എങ്ങനെ വെക്കുന്നത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. സൈഡ് നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഞാൻ കപ്പെല്ലാം സ്റ്റിച്ച് ചെയ്ത് ടക്സും എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കും ക്യൂൻ അന്ന നെക്ക് ലൈൻ എന്നൊക്കെ പറയുമല്ലോ, സ്വീറ്റ് ഹാർട്ട് നെക്കിന്റെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഒരു രീതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ അരയിഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 4 ഇഞ്ചാണ് വീതി കൊടുത്തത്. 6 ഇഞ്ച് നെക്കിന്റെ ഇറക്കവും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹുക്ക് വെക്കാനുള്ള 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഫ്രണ്ടിൽ മാർക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അത് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഹുക്കിന് ശേഷം ആ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ ഒരു കൺഫ്യൂഷൻ വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ വിട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എത്രയാണ് എവിടാണോ ആ ഒരു പോയിന്റ് വരേണ്ടത്, അത് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ചരിവ് വരേണ്ടത്, പോയിന്റ് പുറത്തേക്ക് തള്ളി നിൽക്കേണ്ടത് എവിടാണെന്ന് ഞാനിവിടെ 3 ഇഞ്ചിലാണ് കൊടുത്തത്. 3 ഇഞ്ച് ഡെപ്ത് വരുന്ന ഭാഗത്താണ് അത് പുറത്തേക്ക് കുറച്ചൊരു ചരിച്ചു കൊടുത്തത്. ആ ചരിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചരിച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ആ ഡിസൈൻ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ക്യൂനന്ന നെക്ക് ലൈൻ അങ്ങനെയാണ് കൊടുക്കുന്നത്, കുറച്ചൊന്ന് പുറത്തേക്ക്. ഹൈ നെക്ക് ബ്ലൗസിനൊക്കെ ഈ ഡിസൈൻ, ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് സിനിമാ നടിമാര് ഹൈ നെക്ക് ബ്ലൗസിന് ഈ ഒരു ഡിസൈനാണ് അതിന് കുറച്ചുകൂടെ ഭംഗി കൊടുക്കുന്നത്. ഹൈ നെക്ക് ബ്ലൗസിന് നമ്മൾ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള നെക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒതുങ്ങിയതുപോലെ ഒരു വൃത്തികേടായിട്ട് വരും. അപ്പോൾ കുറച്ചൊന്ന് വൈഡ് ആയിട്ടുള്ള നെക്ക് ലൈൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിനുശേഷം പുറത്തേക്ക് 1 ഇഞ്ചാണ് വീതി ഞാൻ കൊടുത്തിട്ടുള്ളത്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൊടുക്കാം. അതിൽ കൂടുതൽ കൊടുക്കണ്ട. അതിൽ കുറവ് കൊടുത്താലും ഓക്കെയാണ്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ കുറവായാലും കൊടുക്കാം. അതുപോലെ മുകൾ ഭാഗത്ത് ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എപ്പോഴും ഞാൻ നെക്ക് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം നമുക്കത് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ചരിഞ്ഞൊന്നും പോവാതെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും, അയൺ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ലൈനിങ് തുണിക്കകത്ത് നമ്മൾ ആ ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചെടുക്കണം, കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട്. അതിനുശേഷം എങ്ങനെയാണോ നെക്ക് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്തിരുന്നത് അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറിച്ച് തിരിച്ചിടുക. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നോർമലായിട്ട്. ഇനി നമുക്ക് ആ ബെൽറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മളിവിടെ മെയിൻ ക്ലോത്ത് ഉണ്ട്, ലൈനിങ് നമ്മൾ നേരത്തെ ലൈനിങ് കറക്റ്റ് അളവിന് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തുണിയും കൂടെ വേണം. നമ്മൾ തുണിയുടെ കട്ടി അനുസരിച്ചാണ്. കുറച്ച് കട്ടിയുള്ള തുണിയാണെങ്കിൽ ആ ലൈനിങ്ങും മെയിൻ ക്ലോത്തും മാത്രം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയും കൂടെ എടുക്കണം. അപ്പോൾ ആ തുണി ഏറ്റവും അടിയിൽ, അതിൻ്റെ മുകളിൽ മെയിൻ ക്ലോത്ത്, അതിൻ്റെ മുകളിൽ ലൈനിങ് പീസ്, ആ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ തിരിഞ്ഞു പോവും. ലെഫ്റ്റ് റൈറ്റും തിരിഞ്ഞും മറിഞ്ഞും പോയി കഴിഞ്ഞാൽ നമുക്കത് വെച്ച് കൊടുക്കാൻ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവത്തില്ല. ഒരുപാട് തവണ എനിക്കത് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ എടുത്ത് പറഞ്ഞു തരുന്നത്. ഇത് ഒരെണ്ണം ലെഫ്റ്റ് ഒരെണ്ണം റൈറ്റും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത്. അടിഭാഗത്ത് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ആ ലൈനിങ് നമ്മൾ തിരിച്ച് അതിൻ്റെ മുകളിലേക്ക് മറിച്ചെടുക്കണം. മറിച്ചെടുത്ത് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ മുകളിൽ കൂടെ പതിച്ചടിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിനെ അകത്തേക്ക് തിരിച്ചിടണം. അങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുമ്പോൾ തിരിഞ്ഞ് വരാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം ദാണ്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ലൈനിങ് ആണ് കറക്റ്റ് അളവുള്ളത്. ആ ലൈനിങ്ങിന് അനുസരിച്ച് ബാക്കിയുള്ള തുണികളും കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ലൈനിങ്ങും ഞാൻ സൈഡിലേക്ക് കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലൈൻ ഞാൻ വരച്ചേക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം ഞാൻ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഫോർ സേഫ്റ്റി പർപ്പസ് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെയുണ്ടോ നിർബന്ധമൊന്നുമില്ല. അഥവാ എന്തെങ്കിലും ഒരു കുറവ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത്. അങ്ങനെയാണോ നിർബന്ധമില്ല. രണ്ടാമത്തത് ഞാൻ അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ അളവിനനുസരിച്ച് ബാക്കി തുണി, എക്സ്ട്രാ നിൽക്കുന്ന തുണി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കപ്പ് വെച്ച് കൊടുത്ത് ഞാൻ നെക്ക് അടിച്ച് തിരിച്ച് മറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ബെൽറ്റ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനി ഈ ഡിസൈൻ ഒന്ന് ആദ്യം പറഞ്ഞ് ആ ഒരു ഡിസൈൻ നമുക്കൊന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ട് ഒരു സ്കാലപ്പ് ഡിസൈൻ ആണല്ലോ കൊടുക്കുന്നത്. സ്കാലപ്പ് തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചുമ്മാ ഒരു വി പോലെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ആ ഡിസൈൻ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പല രീതിയിൽ ഈ ഡിസൈൻ കൊടുക്കാം.
നോർമൽ സ്കാലപ്പ് കൊടുക്കാം, അതുപോലെ ഗോപുരം ഷേപ്പ് കൊടുക്കാൻ പറ്റും, അതുപോലെ വിയോ യുവോ ഏത് ഷേപ്പ് വേണമെങ്കിലും ആ ഒരു പാച്ച് വർക്ക് അത് അവിടെ വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഡിസൈനും ഷേപ്പും നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ഈ സ്കാലപ്പ് കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്കത് ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ട് ഞാനത് സ്കാലപ്പ് ആക്കി. ഞാൻ 10 ഇഞ്ച് ഇറക്കത്തിലാണ് സ്കാലപ്പ് ആ ഒരു പാച്ച് വർക്ക് കൊടുക്കുന്നത്. 4 ഇഞ്ച് വീതിയിൽ 10 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടില്ല, സോറി, മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്കാലപ്പ് ഇങ്ങനെ വരച്ചെടുക്കാനുള്ളതായിട്ട് പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വരച്ചെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ ലെഫ്റ്റും റൈറ്റും രണ്ടും വ്യത്യാസം വരും. അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ആ വി ജോയിൻ്റ് ആയി വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് കറക്റ്റായിട്ട് ആ ഒരു സ്കാലപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ലെങ്ത് താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് കഴുത്ത് ആ ഒരു പാച്ച് വർക്ക് കുറച്ചുകൂടെ ഇറക്കത്തിൽ കൊടുക്കാം. എനിക്കിത് കുറച്ചുകൂടെ ഇറക്കത്തിൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അവസാനം സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്കതൊരു കുറച്ചുകൂടെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ ഡിസൈൻ കുറച്ചുകൂടെ താഴോട്ട് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ച് അത് കൊടുത്തോളൂ, കുറച്ചുകൂടെ കൊടുക്കാമായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിരുന്നേനെ. അപ്പോൾ എന്നാലും വാട്ടവർ നമ്മൾ വരച്ച് ഒന്ന് സ്കാലപ്പ് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നെക്കൊക്കെ കട്ട് ചെയ്യാൻ ക്യാൻവാസിൽ കട്ട് ചെയ്യാൻ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതുവരെയും കട്ട് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിവിടെ എനിക്ക് കറക്റ്റ് കളറിനുള്ളൊരു തുണി ഞാൻ എത്ര തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇതെന്തായാലും അകത്ത് പോകുന്നതാണ്, പുറമേ നിന്ന് കാണത്തില്ല. അതുകൊണ്ട് ഞാനൊരു റെഡ് തുണി അവിടെ കിടന്നിരുന്നത് ഞാനങ്ങ് എടുത്തു. പിന്നെ നിങ്ങൾ ലൈനിങ് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ വാങ്ങിക്കുക. അതായിരിക്കും നമ്മൾ 1 മീറ്റർ വാങ്ങിക്കുന്നതിന് വരെ 1.5-2 മീറ്റർ ഒക്കെ വാങ്ങിച്ചാൽ 1.5 മീറ്റർ, 1/2 മീറ്ററും കൂടെ കൂടുതലും മതി ഇതുപോലെ ഇങ്ങനെയുള്ള ഡിസൈനുകളൊക്കെ ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇല്ലായിരുന്നു, സോറി, അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. അപ്പം ഞാൻ വേറൊരു തുണി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ സ്കാലപ്പ് നമ്മൾ വരച്ചെടുത്തത് നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. പിൻ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് സൈഡിൽ കൂടെ നമ്മൾ ആ വരച്ചതിൻ്റെ സൈഡിൽ കൂടെ പതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ സ്കാലപ്പിൻ്റെ സൈഡിൽ കൂടെ അരികെ ചേർത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം അരികെ ചേർത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ നോച്ചസ്, ഒരു കോണ് പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ജോയിന്റ് വരുന്ന ഭാഗത്തെല്ലാം ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് നമ്മൾ അയൺ ചെയ്ത് മാറ്റി വെക്കുകയേ ചെയ്യാവൂ. ഇപ്പം പതിച്ചടിക്കേണ്ട കാര്യമില്ല. പതിച്ചടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം പതിച്ചടിക്കരുത്. ഇനി നമുക്ക് ഇതിനകത്ത് ആ ഒരു പാച്ച് വർക്ക് വെക്കണമല്ലോ, പാച്ച് വർക്കും കൂടെ വെച്ചതിന് ശേഷം പതിച്ചടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഒരു ഒറ്റ സ്റ്റിച്ച് മാത്രം അതിൻ്റെ മുകളിൽ കൂടെ വരും. അല്ലാന്നുണ്ടെങ്കിൽ 2-3 സ്റ്റിച്ചുകൾ മുകളിൽ വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ മെയിൻ ക്ലോത്ത് മാത്രമായിട്ട് എടുത്തിട്ടാണ് ഈ ഒരു സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിനകത്ത് ഈ സ്കാലപ്പ് ചെയ്തിട്ട് അടിച്ച് തിരിച്ചിടാം, എന്നിട്ട് ആ പാച്ച് വർക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പം എനിക്കിവിടെ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് ആ ഒരു പാച്ച് വർക്ക് ഉള്ളിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ നീറ്റ് ആയിരിക്കും. നമ്മൾ പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമറിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നമ്മൾ ബ്ലൗസ് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഈ ഒരു പാച്ച് വർക്ക് പുറമേ നിന്ന് കാണത്തില്ല, നല്ല നീറ്റ് ആയിരിക്കും കാണാൻ, അകവും പുറവും നീറ്റ് ആയിരിക്കും കാണാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാച്ച് വർക്ക് ബ്ലൗസ് തിരിച്ചിടുമ്പം പുറമേ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ആ വെച്ച് കൊടുത്ത തുണിയുടെ സൈഡ് എഡ്ജ് ഭാഗം എല്ലാം നമുക്ക് ഇങ്ങനെ പുറമേ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ കാണാതെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, കാരണം നമ്മൾ മെയിൻ ക്ലോത്തിന് ആദ്യം ഇതെല്ലാം ചെയ്തെടുക്കണം, പാച്ച് വർക്ക് വെക്കണം, പിന്നെ നെക്ക് ലൈനിങ് ക്ലോത്ത് ഇട്ടിട്ട് നെക്ക് അടിച്ച് തിരിച്ചിടണം. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, എന്നാലും കുറച്ച് ടൈം എടുത്താലും നമുക്ക് കുറച്ച് വൃത്തിയായിട്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ അതാണ്ട് ഇതുപോലെ നമ്മൾ പതിച്ചടിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വട്ടം മാത്രം പതിച്ചടിച്ചാൽ മതി, 2 സ്റ്റിച്ച് അതിന് മുകളിൽ വരത്തില്ല. അപ്പം പതിച്ചടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ലൈനിങ് അടിച്ച് നോർമൽ നെക്ക് നമ്മൾ 3 ഇഞ്ച് ഇറക്കത്തിലാണല്ലോ കൊടുത്തത്, ആ നോർമൽ നെക്ക് ക്യാൻവാസിൽ ഒട്ടിച്ച് നമ്മൾ അടിച്ച് തിരിച്ച് മറിച്ചിട്ടുണ്ട്. ഈ നെക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ആ ഒരു ഡിസൈൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കുറച്ച് ടൈം എടുക്കുന്നത്. അതല്ലാണ്ട് ബാക്കിയെല്ലാം നമ്മൾ സാധാരണ നെക്ക്
സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നെക്ക് കണ്ടോ, ഇത്രയാണ്, ഒരു ചെറിയ പാച്ച് പോലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇതെനിക്ക് കുറച്ചുകൂടെ താഴേക്ക് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും താഴെ വരെ കുറച്ചുകൂടെ ലെങ്ത്തിൽ, ഒരു 13-14 ഇഞ്ച് ലെങ്ത്തിൽ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു എന്നെ കാണാൻ. അപ്പോൾ എന്തായാലും അത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ഷോൾഡറും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ എങ്ങനെയാണോ നമ്മൾ ബാക്ക് ചെയ്തത് അതുപോലെ തന്നെ സ്ലീവിലും ചെയ്തെടുക്കണം. 7 ഇഞ്ച് വീതിയിലും 7 ഇഞ്ച് ഹൈറ്റിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാൻവാസ് ഷീറ്റ് സ്കാലപ്പ് വെച്ച് മാർക്ക് ചെയ്ത് ഒരു തുണിയിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ബാക്ക് ചെയ്ത് മെയിൻ ക്ലോത്തിൽ ഇത് വെച്ച് കൊടുക്കുക, സ്കാലപ്പ് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക, അതിൻ്റെ അടിയിൽ നമ്മുടെ ആ ഒരു പാച്ച് വർക്ക് വെക്കുക, പിന്നെ ലൈനിങ് വെക്കുക, അടിച്ച് തിരിച്ചിടുക. കണ്ടോ, അതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അടിച്ച് തിരിച്ചിട്ടെടുത്തോണ്ട് കണ്ടോ, ഇതുപോലെ നീറ്റ് ആയിരിക്കും. അകത്തൊന്നും നമുക്ക് ആ പാച്ച് വർക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അതാണ്, അകത്തുനിന്ന് നമുക്ക് ആ പാച്ച് വർക്ക് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടും. കണ്ടോ, അതിനുശേഷം ഞാനിവിടെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ അധികം പറഞ്ഞ് നീട്ടേണ്ട കാര്യമില്ലല്ലോ. സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഹുക്കൈ ഞാനിവിടെ റെഡിമെയ്ഡ് ഹുക്കൈയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണം, അറിയണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ചെയ്യാം. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 തവണയായിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇത് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്യാം. റെഡിമെയ്ഡ് ഹുക്കൈ വെക്കുന്നത് എങ്ങനെയാണെന്ന് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ റെഡിമെയ്ഡ് ഹുക്കൈ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കപ്പിൻ്റെ അവിടെ ചെറിയൊരു പോയിന്റ് പോലെ നിൽക്കുന്നുണ്ടല്ലോ, ആ ഒരു പോയിന്റിന്റെ കാര്യമാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് വലിയ വൃത്തികേടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അത്രയും വീതിക്ക് മെയിൻ ടക്സ് ഇടണോ നിർബന്ധമില്ല. അതുകൊണ്ട് ഇവിടെ റെഡിമെയ്ഡ് ഹുക്കൈയൊക്കെ വെച്ച് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് സ്ലീവ് ഒക്കെ ആണുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സ്ലീവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലപോലെ തന്നെ ആ ഡിസൈൻ കാണുന്നുണ്ട്. ബാക്കിൽ കുറച്ചുകൂടെ താഴേക്ക് വരായിരുന്നു എന്ന് എനിക്ക് തോന്നി. കേട്ടോ, ഞാനൊന്ന് അയൺ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും അകത്തുനിന്നൊന്നും നമുക്ക് ആ പാച്ച് വർക്ക് കാണാൻ പറ്റത്തില്ല. ലൈനിങ് മാത്രമായിട്ട് നോർമൽ ഒരു ബ്ലൗസ്, ഒരു ഡിസൈനും ഇല്ലാത്തൊരു ബ്ലൗസ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ബാക്ക് കാണാനായിട്ട്. ഫിറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ചുളിവുകളൊന്നും, ആം ഹോളിൻ്റെ അവിടെ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഒരുപാട് ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്ത് ഫ്ലോപ്പായി പോയി. എന്നിട്ടാണ് ഞാൻ ഈ ബ്ലൗസ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഇതുവരെ തയ്ച്ച് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.